നമസ്കാരം വിനോദ് സർ. KCBയുടെ പുതിയ മീറ്ററിംഗ് രീതി കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തുകയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു പുതിയ രീതി അവലംബിക്കുമ്പോൾ എടുക്കേണ്ടത്? മീര, എനിക്ക് ഇന്നലെ എൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് KCB നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പുതിയ മീറ്റർ വയ്ക്കണമെന്ന് പറഞ്ഞു. അതിന് 2 ദിവസം മുന്നേ മീറ്റർ റീഡിങ് എടുക്കാൻ വന്നപ്പം വന്ന ആൾ പറഞ്ഞു, ഇവിടെ ആ ടൈംഡ് മീറ്റർ ഇല്ല അല്ലേ. അപ്പോൾ എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. ഇന്നലെ ഒരു പുതിയ മീറ്റർ കൊണ്ടുവച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് ഈ പുതിയ മീറ്റർ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പം എനിക്കറിയാം സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് എന്താണ് ഈ മീറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർ പറഞ്ഞു ഇത് 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ സോണിലും നമ്മൾ പീക്ക് അവേഴ്സിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഇനി കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചു, അത് എന്ത് ചെയ്യണം ഞാൻ? അപ്പോൾ അത് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചു, എന്താണ് ഈ കൊണ്ടുവച്ചിരിക്കുന്ന മീറ്റർ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എന്ത് ചെയ്താൽ എൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗം കൂടും അല്ലെങ്കിൽ എൻ്റെ ബില്ല് വർദ്ധിക്കും, ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാർ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ തിരിച്ചറിയുന്നു. ഒന്ന്, ഈ മീറ്ററിൻ്റെ പേര് TOD മീറ്ററിംഗ് എന്നാണ്. ടൈം ഓഫ് ദ ഡേ മീറ്ററിംഗ് അല്ലെങ്കിൽ ടൈം ഓഫ് യൂസ് മീറ്ററിംഗ് എന്നും പറയും. പക്ഷെ TOD മീറ്ററിംഗ് എന്നാണ് പറയുന്നത്. പണ്ട് ഇത് ഒരു മാസം 500 യൂണിറ്റിന് മേൽ ഉപയോഗിച്ചിരുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ വീട്ടിലാണ് ഇത് വെച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ഇറങ്ങിയ പുതിയ ഓർഡർ അനുസരിച്ച് 2024 ഡിസംബർ 5-ാം തീയതി ഇറങ്ങിയ പുതിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ഈ TOD മീറ്ററിംഗ് വയ്ക്കണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഈ മാർച്ച് 31 മുൻപേ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ ധൃതി പിടിച്ച് ഇന്നലെ എനിക്ക് ആ മീറ്ററിംഗ് കൊണ്ടുവച്ചത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? നമ്മുടെ ഒരു ദിവസത്തെ 3 സോണായി തിരിച്ചിരിക്കുകയാണ്. സോൺ 1, സോൺ 2, സോൺ 3. ഈ സോൺ 1 എന്ന് പറയുന്നത് ഓഫ് പീക്ക് അവേഴ്സ്, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. ഇതിന് എന്തുകൊണ്ടാണ് ഈ ഓഫ് പീക്ക് അവർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം ധാരാളം ഉപഭോക്താക്കൾ സോളാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഏറ്റവും അധികം വൈദ്യുതി അവൈലബിൾ ആയിട്ടുള്ളതും സാധാരണക്കാർ മൊത്തത്തിൽ ഏറ്റവും കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പം ശരിക്കുള്ള താരിഫിനേക്കാളും 10% കുറവായിരിക്കും ഇത്തരം മീറ്ററുള്ള ആ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ റേറ്റിനേക്കാൾ 10% കുറവായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ പണ്ടത്തതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ വൈദ്യുതിയുടെ നിരക്ക് ഏറ്റവും കുറവ് ഇപ്പോൾ KCB നമുക്ക് തരുന്നത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അതാണ് ഈ ഓഫ് പീക്ക് അവർ എന്ന് ഇപ്പോൾ പറയുന്നത്. ഇനി സോൺ 2 എന്ന് പറയുന്നത് പീക്ക് അവേഴ്സാണ്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ. ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 25%, മറ്റതിന് 10% കുറവായിരുന്നെങ്കിൽ ഇതിന് 25% നിരക്ക് കൂടുതലാണ്. അതാണ് സോൺ 2 പീക്ക് അവേഴ്സ്. ഇനി സോൺ 3 എന്ന് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് അവേഴ്സ്, രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ. അതിന് സ്റ്റാൻഡേർഡ് റേറ്റാണ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. പകലുള്ളതിന് 10% കുറവ്, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള 4 മണിക്കൂറിന് 25% കൂടുതലാണ്. അതിനെയാണ് ഈ നോർമൽ അവർ ഇലക്ട്രിസിറ്റി ചാർജ് ECN എന്ന് നിങ്ങളുടെ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇത്തരം മീറ്റർ ഉള്ളവരുടെ ബില്ലിൽ ECN എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയാൽ അത് 3ആയിട്ട് രേഖപ്പെടുത്തും. നോർമൽ അവേഴ്സ് ഇലക്ട്രിസിറ്റി ചാർജ്. ECP എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഉപയോഗിക്കുന്ന ചാർജ്, അതാണ് ECP, പീക്ക് അവേഴ്സ് ഇലക്ട്രിസിറ്റി ചാർജ്. ഇനി ECO എന്ന് പറഞ്ഞാൽ ഓഫ് പീക്ക് അവേഴ്സ് ഇലക്ട്രിസിറ്റി ചാർജ്. ഇത് 3ഉം നിങ്ങളുടെ ബില്ലിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. അടുത്തത്, ഇത് എല്ലാവർക്കും ഇങ്ങനെ മീറ്റർ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കാനുള്ള ചില തന്ത്രങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പക്ഷേ പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം, നമ്മുടെ KCBക്ക് ടെലസ്കോപ്പിക് ചാർജ് എന്ന് പറഞ്ഞിട്ടും ഫിക്സഡ് താരിഫ് ചാർജ് എന്ന് പറഞ്ഞിട്ടും 2 താരിഫ് സ്ട്രക്ചറുകളുണ്ട്.
അതായത് നിങ്ങളുടെ മന്ത്ലി ഉപയോഗം, മാസിക ഉപയോഗം 250 യൂണിറ്റിന് താഴെയാണെങ്കിൽ, ഇതെന്താണ് ഇപ്പം ഞാനിത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ധാരാളം പേര് ഇപ്പം ചൂട് കാരണം AC ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ കൂടിയ വലിയ ലെവലിലുള്ള വാഷിംഗ് മെഷീൻ, അതായത് വെള്ളം ചൂടാക്കി തുണി കഴുകുന്ന വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, ഡിഷ് വാഷർ ഉപയോഗിക്കുന്നു, അതിനകത്തും വെള്ളം ധാരാളം ചൂടാക്കി ഉപയോഗിക്കുന്നതാണ്, ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരുടെയും ഇലക്ട്രിസിറ്റി ബില്ല് 250 മേളിൽ യൂണിറ്റിൽ മാസം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ TOD മീറ്ററിംഗ്. ഇനി അല്ലാത്തവർക്ക് പോലും നമ്മൾ കെയർഫുള്ളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ചാർജ് വ്യത്യാസം വരും. അതായത് 50 യൂണിറ്റ് വരെയാണെങ്കിൽ നമ്മുടെ താരിഫ് എന്ന് പറയുന്നത് 3 രൂപ 30 പൈസ മാത്രമാണ്. 50 മീറ്റർ യൂണിറ്റ് വരെ ഒരു മാസം ഉപയോഗിക്കുന്നവരുടെ ചാർജ് വെറും 3 രൂപ 30 പൈസയേ ഉള്ളൂ. 51 മുതൽ 100 യൂണിറ്റ് വരെയാണെങ്കിൽ ആ 51 മുതൽ 100 യൂണിറ്റ് വരെ 4 രൂപ 15 പൈസയും ഒരു യൂണിറ്റിന്. 101 മുതൽ 150 വരെയാണെങ്കിൽ 5 രൂപ 25 പൈസയും, 151 മുതൽ 200 വരെയാണെങ്കിൽ 7 രൂപ 10 പൈസയും, 201 മുതൽ 250 വരെയാണെങ്കിൽ 8 രൂപ 35 പൈസയുമാണ്. അപ്പം നിങ്ങളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന പോലെ ചാർജ് കൂടി വരും. ഇതാണ് ഒരു പ്രധാന കാര്യം. അത് ആനുപാതികമായിട്ടാണ് കൂടുന്നത്. അതാണ് ടെലിസ്കോപ്പിക് ചാർജ്. അതായത് ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിൽ ഉപയോഗിക്കുന്നതിന് മാത്രമാണ് ആ ചാർജ് വർധനവ് വരിക. ഇനി അപകടം പിടിച്ച പരിപാടി ഇതൊന്നുമല്ല. നിങ്ങളുടെ ഉപയോഗം 250 യൂണിറ്റിന് മുകളിലേക്ക് ഒരു മാസം എത്തിയാൽ പിന്നെ ഫ്ലാറ്റ് റേറ്റാണ്. അതായത് 300 യൂണിറ്റ് വരെ 6 രൂപ 55 പൈസ, 0 മുതൽ 350 മേളിന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ 7 രൂപ 40 പൈസ, 400 യൂണിറ്റ് ആണെങ്കിൽ 7 രൂപ 75 പൈസ ആദ്യത്തെ യൂണിറ്റ് മുതൽ, അതുപോലെ 500 വരെയാണെങ്കിൽ 8 രൂപ 5 പൈസ. ഇനി 500 മേളിലാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ നിങ്ങൾ 9 രൂപ ഒരു യൂണിറ്റിന് കൊടുക്കണം. ഇത് പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഫിക്സഡ് ചാർജ് ഉണ്ട്. അത് വലിയ നിസ്സാരമായ കാര്യമാണ്. അതും ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഉദാഹരണത്തിന് 50 യൂണിറ്റ് താഴെയാണെങ്കിൽ ഫിക്സഡ് ചാർജ് 45 രൂപ, 300 യൂണിറ്റിന് മുകളിലാണെങ്കിൽ ഫിക്സഡ് ചാർജ് 190 രൂപ. അതൊരു വലിയ വ്യത്യാസം വരുത്തണമെന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു 2 മാസത്തിൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാർജ് 3607 രൂപ വരുമെങ്കിൽ, 501 യൂണിറ്റ് ആകുകയാണെങ്കിൽ, അതായത് ഒരു യൂണിറ്റ് മാറിക്കഴിഞ്ഞാൽ ഇത് ജമ്പ് ചെയ്യും. നമ്മുടെ റേറ്റ് മൊത്തത്തിൽ ജമ്പ് ചെയ്തിട്ട് 4130 രൂപ വരും. അപ്പം നിങ്ങൾ ഒരു മാസം 250 യൂണിറ്റിൽ താഴെ നിർത്തുമ്പം ആ ഫിക്സഡ് ചാർജ് വരുന്നില്ല, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 500 യൂണിറ്റിന് 3607 രൂപയാണെങ്കിൽ 501 യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ 4130 രൂപ. ഇത് തിരിച്ചറിഞ്ഞ് ബുദ്ധിപരമായി നിങ്ങളുടെ ഉപഭോഗം ഈ പറയുന്ന പോലെ ഒരു മാസം 250 താഴെ നിർത്താനായാൽ നിങ്ങൾക്ക് വലിയ ഇലക്ട്രിസിറ്റി ലാഭിക്കാനാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, നമ്മൾ ഇപ്പം നമുക്ക് ഉപയോഗിക്കുന്ന മെഷീനുകൾ, ഇപ്പം TOD വരികയാണെങ്കിൽ അത് ആർക്കെപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഉപഭോഗം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിന് ആ സംവിധാനം വരുന്നതനുസരിച്ച് അത് വരും. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ റേറ്റാണ്. അപ്പം നമുക്ക് ധാരാളം നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കൂടുതലായി ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. 1 വാഷിംഗ് മെഷീൻ, 2 ഇൻഡക്ഷൻ കുക്കർ, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്നു, ഗീസറുകൾ, വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഗീസറുകൾ, ഇലക്ട്രിക് അയൺ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ്. എന്ത് വന്നാലും വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ ഇവ ഉപയോഗിക്കരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ഏറ്റവും വലിയ റേറ്റ്. അതായത് മറ്റതിനേക്കാൾ 25% കൂടിയ റേറ്റാണ്. അപ്പം ഈ സമയത്ത് ഈ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. ഒന്നുകിൽ നിങ്ങൾ 10 മണിക്ക് ശേഷം ഉപയോഗിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മുന്നേ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ബുദ്ധിപരമായ തീരുമാനം. ഇനി ഇത് നിങ്ങൾ ബെറ്റർ എക്യുപ്മെൻറ്റ്സിലോട്ട് മാറ്റിയാൽ, ഇത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ ബൾബുകൾ, ഈ CFL ലാമ്പും പഴയ CFL ലാമ്പും ട്യൂബ് ലൈറ്റും മാറ്റി LED ആക്കുകയാണെങ്കിൽ തന്നെ 80% വൈദ്യുതി ബില്ല് ലാഭിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ റെഫ്രിജറേറ്റർ ആയാലും, അതായത് ഫ്രിഡ്ജ് ആയാലും ശരി, വാഷിംഗ് മെഷീൻ ആയാലും ശരി, എയർ കണ്ടീഷൻ ആണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 5 സ്റ്റാർ, നിങ്ങൾക്ക് ധാരാളം ഉപഭോഗമുണ്ടെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ സ്മാർട്ട്
അപ്ലയൻസസ് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കുറയും. എയർ കണ്ടീഷനാണ് ഇൻവേർട്ടർ ഉള്ള ഇലക്ട്രിസിറ്റി എയർ കണ്ടീഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ വ്യത്യാസം വരും. എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് ഇപ്പോൾ പമ്പൊക്കെ ചില സമയത്ത് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്മാർട്ട് പ്ലഗുകൾ, ടൈമറുകൾ ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതായത് പീക്ക് അവേഴ്സിൽ ആ സാധനം ഓഫ് ആയി കിടക്കും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ വെള്ളം ചൂടാക്കുന്നത് സോളാർ വാട്ടർ ഹീറ്റർ വെച്ച് ഉപയോഗിക്കുക. ഇൻവെർട്ടർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻവെർട്ടർ ബേസ്ഡ് AC ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബില്ല് കൂടും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, നമ്മുടെ ഈ ചൂട് സമയം വരാൻ പോവാണ്. ചൂട് സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉപയോഗം കൂടും. അപ്പോൾ അതും ഒന്ന് സൂക്ഷിച്ചുപയോഗിച്ചാൽ നിങ്ങളുടെ അടുത്ത സ്ലാബിലോട്ട് പോകുന്നത് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഉപയോഗം ആ സ്ലാബിലോട്ട് പോകാനുള്ള ചാൻസ് കുറയുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിയുന്നത്ര ലോവർ സ്ലാബിലോട്ട് നിൽക്കും തോറും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ വ്യത്യാസം വരും. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓഫ് പീക്ക് അവേഴ്സിലോട്ട് നിങ്ങളുടെ ഉപഭോഗം മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം മാറ്റുകയാണെങ്കിൽ, തന്ത്രപരമായി ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഞാൻ പറയാം ഇലക്ട്രിസിറ്റി, ഇപ്പം നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്നത് രാത്രി മാത്രമേ ചെയ്യാൻ പറ്റൂ, പകൽ ചെയ്യാമെന്നാണ് പ്രായോഗികമല്ല. പക്ഷെ മറ്റു പല കാര്യങ്ങളും പകൽ സമയത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ ചെയ്യാതിരിക്കാൻ പറ്റും. അതാണ് കൂടുതൽ പ്രസക്തമായ കാര്യം. അപ്പം മാത്രമല്ല, നമ്മുടെ ഒരു ഉപഭോഗം നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും തന്ത്രപരമായ മറ്റൊരു കാര്യം, നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ അല്ലെങ്കിൽ ഉപയോഗത്തിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നൊക്കെ അതിനൊക്കെ ധാരാളം ആപ്പുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ KCBക്ക് തന്നെ എനിക്ക് തോന്നുന്നൊരു ആപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി തന്ത്രപരമായി മാറുകയാണെങ്കിൽ, തന്ത്രപരമായി ഉപഭോഗം മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കട്ട് ചെയ്യാൻ വരും, അല്ലെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ, ഇത് ഞാൻ പറയുന്നത് സ്മാർട്ട് മീറ്ററിങ് അല്ല, അത് എൻ്റയർലി വേറൊരു സാധനമാണ്. ഞാനീ പറയുന്നത് ടൈം ഓഫ് ദ ഡേ TOD മീറ്ററുകൾ KCB കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗാർഹിക ഉപഭോക്താക്കൾക്ക്. അതുകൊണ്ട് കണ്ടറിഞ്ഞ് പെരുമാറിയാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാമെന്നാണ് അതിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. താങ്ക് യു. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പൊള്ളുന്ന ചൂടില് പൊള്ളുന്ന ബില്ല് വരാതിരിക്കട്ടെ. അതെ, അല്ല അത് നമ്മളും കൂടെ ശ്രദ്ധിച്ചാൽ പൊള്ളൽ കുറയും. അല്ലെങ്കിൽ അതനുസരിച്ച് കാശ് കൊടുക്കാൻ റെഡിയാവണം. ഈ നമ്മൾ ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ഒരു സ്വതന്ത്ര ബോഡിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ താരിഫ് നിശ്ചയിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അത് KCBക്കോ അല്ലെങ്കിൽ അതുപോലത്തെ സംവിധാനത്തിനോ സർക്കാരുകൾക്കോ തോന്നുന്നത് പോലെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതോറിറ്റിയുടെ റെലവൻസ് ഉള്ള റെഗുലേറ്ററി അതോറിറ്റി. അതാണ് അതിൻ്റെ സത്യം. അവർ പറയുന്നതും അനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുള്ളൂ.